എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് നോക്കുന്നത്. അതായത് നമുക്ക് എങ്ങനെ നമ്മളെ സ്വയം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. സോ ആദ്യം തന്നെ നമ്മൾ മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യണം അല്ലേ. അതായത് ഇപ്പോൾ ഒരു ജോബ് ഇൻ്റർവ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പൊതുവായിട്ടൊരു വേദിയിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും ടൈം അനുസരിച്ച് ഗ്രീറ്റ് ചെയ്യും. അതായത് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് ഗുഡ് മോർണിംഗ് പറയാം. പിന്നെ 12 മണിക്ക് ശേഷം ഒരു 5 മണി വരെയൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. അതേപോലെ തന്നെ 5 മണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഗുഡ് ഈവനിങ് പറയാം. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുന്നത്. ഇനി ഗ്രീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ ഒരു സെൻറ്റൻസ് പറയുന്നത് നല്ലതായിരിക്കും. അതായത് എന്നെ സ്വയം പരിചയപ്പെടുത്താൻ എനിക്കൊരു അവസരം തന്നതിന് നന്ദി. അതെങ്ങനെ പറയും? താങ്ക് യു ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. താങ്ക് യു ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവസരം എന്നാണ്. ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എന്നെ സ്വയം പരിചയപ്പെടുത്താൻ. സോ എന്നെ സ്വയം പരിചയപ്പെടുത്താൻ ഒരവസരം തന്നതിന് നന്ദി എന്ന് പറയാനാണ് താങ്ക് യു ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഇത് നിർബന്ധമായും പറയണമെന്നല്ല, പറയുവാണെങ്കിൽ നല്ലത്, അത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ പേര് പറയണം. നമുക്കറിയാം, പേര് പറയാൻ ഏറ്റവും സിമ്പിളായിട്ട് ഐ ആം എന്താണോ പേര് അത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് മൈ നെയിം ഈസ് കഴിഞ്ഞിട്ട് എന്താണോ നിങ്ങളുടെ പേര് അത് പറയാം. ഇപ്പം എൻ്റെ പേര് രശ്മി ഏലിയാസ് എന്നാണ്. അപ്പം ഞാൻ പറയുമ്പം ഒന്നുകിൽ ഐ ആം രശ്മി ഏലിയാസ് എന്ന് പറയും, അല്ലെങ്കിൽ മൈ നെയിം ഈസ് രശ്മി ഏലിയാസ് എന്ന് പറയാം. ഇനി ഇവിടെ കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് എന്ന് പറയുന്നത് മൈസെൽഫ് രശ്മി ഏലിയാസ് അങ്ങനെ പറയുന്നത് തെറ്റാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പേരിൻ്റെ കൂടെ മിസ്റ്റർ, മിസ്സസ് ഇങ്ങനെയൊക്കെ പറയുന്നതും തെറ്റാണ്. പിന്നെ മൈ ഗുഡ് നെയിം ഇസ് രശ്മി ഏലിയാസ് അങ്ങനെ പറയുന്നതും തെറ്റാണ്. സോ കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഒന്നുകിൽ ഐ ആം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് പറയുക, അല്ലെങ്കിൽ മൈ നെയിം ഈസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് പറയുക. എപ്പോഴും പേര് പറയുമ്പം നമ്മുടെ ഫുൾ നെയിം പറയുന്നതാണ് നല്ലത്. ഇനി നമ്മളുടെ സ്ഥലം പറയണം. ഇപ്പം സ്ഥലം പറയുന്നത് നമുക്കൊന്നുകിൽ ഐ ആം ഫ്രം കോട്ടയം എന്ന് പറയാം. അതായത് ഐ ആം ഫ്രം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്ഥലം ഏതാണോ അത് പറയുക, ഐ ആം ഫ്രം കോട്ടയം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ കം ഫ്രം കോട്ടയം. ഐ കം ഫ്രം കോട്ടയം എന്ന് പറഞ്ഞാൽ ഞാൻ കോട്ടയത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ്. ഐ കം ഫ്രം കോട്ടയം. ഇനി നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ, അതായത് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കേരളത്തിലാണ്. അതെങ്ങനെ പറയും? ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ കേരള. ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ കേരള. അതായത് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കേരളത്തിലാണ് എന്നാണ് മീനിങ്. ഐ വാസ് ബോൺ ആൻഡ് റേസ്ഡ് ഇൻ കേരള. ഇനി നിങ്ങൾ ഒരു സ്ഥലത്ത് ജനിച്ച് താമസിക്കുന്നത് വേറൊരു സ്ഥലത്താണെങ്കിൽ, അതായത് ഇപ്പം കേരളത്തിൽ ജനിച്ചിട്ട് ബാംഗ്ലൂരാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം I grew up in Kerala but now live in Bangalore. I grew up in Kerala but now live in Bangalore. I grew up in Kerala എന്ന് പറഞ്ഞാൽ ഞാൻ വളർന്നത് കേരളത്തിലാണ് എന്നാണ്. But now live in Bangalore എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിക്കുന്നത് ബാംഗ്ലൂരാണ് എന്നാണ്. ഇനി നമ്മളുടെ ജോലി പറയണം. ജോലി പറയുന്നത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങളൊരു എൻജിനീയർ ആണെങ്കിൽ എങ്ങനെ പറയും? ഐ ആം ആൻ എൻജിനീയർ. ഐ ആം ആൻ എൻജിനീയർ. ഒരു ടീച്ചർ ആണെങ്കിൽ ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഇനി നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ആം എ ഹോം മേക്കർ. ഐ ആം എ ഹോം മേക്കർ. സോ ഇവിടെ നമ്മുടെ ജോലി പറയുമ്പം എപ്പോഴും ഐ ആം കഴിഞ്ഞിട്ട് എ അല്ലെങ്കിൽ ആൻ കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ ജോലി പറയാൻ. ഇനി നമ്മൾ ഇന്ന ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയണം. അതായത് നിങ്ങളിപ്പോൾ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പറയും? ഐ വർക്ക് ഇൻ സെയിൽസ്. അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലാണെങ്കിൽ ഐ വർക്ക് ഇൻ മാർക്കറ്റിംഗ്. സോ ഇങ്ങനെ ഏത് ഇൻഡസ്ട്രിയിലാണോ ഐ വർക്ക് ഇൻ കഴിഞ്ഞിട്ട് അത് പറഞ്ഞാൽ മതി. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഐ വർക്ക് ഇൻ കൺസ്ട്രക്ഷൻ. ഇനി നമ്മളൊരു കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പ്രിപ്പോസിഷൻ അറ്റ് അല്ലെങ്കിൽ ഫോർ ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഞാൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയണം. അപ്പോൾ അത് ഐ വർക്ക് അറ്റ് ഇൻഫോസിസ് അല്ലെങ്കിൽ ഐ വർക്ക് ഫോർ ഇൻഫോസിസ് എന്നാണ് പറയേണ്ടത്. ഇനി നമ്മുടെ പോസ്റ്റോടെ പറയണം. അതായത് ഞാൻ ഇൻഫോസിസിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്നു. അതെങ്ങനെ പറയും? ഐ വർക്ക് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അറ്റ് ഇൻഫോസിസ്.
I work as a software engineer at Infosys. ഇനിയും നമ്മൾ എക്സ്പീരിയൻസ് പറയണം. ഇപ്പം നിങ്ങൾക്ക് 10 വർഷം എക്സ്പീരിയൻസ് സെയിൽസിലുണ്ടെന്ന് വെച്ചു. അപ്പം നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? I have 10 years of experience in sales. I have 10 years of experience in sales എന്ന് പറഞ്ഞാൽ എനിക്ക് 10 വർഷം സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് മീനിങ്. അതായത് ഐ ഹാവ് കഴിഞ്ഞിട്ട് എത്ര വർഷമാണോ ഉള്ളത് അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഏത് ഇൻഡസ്ട്രി ആണോ അത് പറയുക. ഇനി അടുത്തത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ് പറയേണ്ടത്. ക്വാളിഫിക്കേഷൻ പറയുമ്പം എപ്പോഴും ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രിയാണ് പറയേണ്ടത്. ഇപ്പം എനിക്ക് പറയണം ഞാനൊരു M.Tech ഗ്രാജുവേറ്റ് ആണ്, പവർ ഇലക്ട്രോണിക്സിലാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. സോ അതെങ്ങനെ പറയും? I am an M.Tech graduate with specialization in power electronics. I am an M.Tech graduate with specialization in power electronics. എന്ന് പറഞ്ഞാൽ ഞാനൊരു M.Tech ഗ്രാജുവേറ്റ് ആണ്, പവർ ഇലക്ട്രോണിക്സിലാണ് സ്പെഷ്യലൈസേഷൻ എന്നാണ് മീനിങ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറയണം, അതായത് നിങ്ങൾക്ക് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. അതെങ്ങനെ പറയും? ഐ ഹാവ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. സോ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ക്വാളിഫിക്കേഷൻ പറയാം. ഇനി മിക്കവരും തന്നെ നമ്മൾ പഠിച്ച ഒരു ഫീൽഡിൽ തന്നെ ഓരോ കോഴ്സുകൾ ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് വെബ് ഡിസൈനിങ്ങിൽ ഒരു 6 മാസത്തെ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് ഡൺ എ 6 months കോഴ്സ് ഇൻ വെബ് ഡിസൈനിങ്. ഐ ഹാവ് ഡൺ എ 6 months കോഴ്സ് ഇൻ വെബ് ഡിസൈനിങ്. അതായത് വെബ് ഡിസൈനിങ്ങിൻ്റെ ഒരു 6 മാസ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് മീനിങ്. ഐ ഹാവ് ഡൺ എ 6 months കോഴ്സ് ഇൻ വെബ് ഡിസൈനിങ്. ഇനി നമ്മുടെ ഫാമിലിയെക്കുറിച്ച് പറയേണ്ട സിറ്റുവേഷൻസ് വരുമ്പം, അതായത് നമ്മൾ ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഫാമിലിയെക്കുറിച്ച് പറയാറില്ല. ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്കിപ്പം പറയണം ഞാൻ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ്. അതെങ്ങനെ പറയും? ഐ ആം ഫ്രം എ ഫാമിലി ഓഫ് 5. ഐ ആം ഫ്രം എ ഫാമിലി ഓഫ് 5. അല്ലെങ്കിൽ നമുക്ക് പറയാം ഞങ്ങൾ 5 പേരടങ്ങുന്ന കുടുംബമാണ്. അതെങ്ങനെ പറയും? വി ആർ എ ഫാമിലി ഓഫ് 5. വി ആർ എ ഫാമിലി ഓഫ് 5 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് എന്നാണ് മീനിങ്. ഇനി നമ്മൾ സഹോദരങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഞാൻ 3 സഹോദരങ്ങളിൽ ഒരാളാണ്. ഐ ആം വൺ ഓഫ് 3 siblings. ഐ ആം വൺ ഓഫ് 3 siblings. അതായത് ഞാൻ 3 സഹോദരങ്ങളിൽ ഒരാളാണ് എന്നാണ് മീനിങ്. ഐ ആം വൺ ഓഫ് 3 siblings. ഇനി നിങ്ങൾക്ക് സഹോദരങ്ങൾ ആരുമില്ല, അതായത് നിങ്ങൾ ഒറ്റ മകനോ മകളോ ആണെങ്കിൽ നമുക്ക് പറയാം ഐ ആം ആൻ ഒളി ചൈൽഡ്. ഐ ആം ആൻ ഒളി ചൈൽഡ്. ഒളി ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഏക മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്നാണ് മീനിങ്. ഇനി നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയണം. അതായത് ഇപ്പം നിങ്ങൾ നല്ല തുറന്ന മനസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പറയത്തില്ല ഞാൻ തുറന്ന മനസ്സുള്ളവനാണ്. ഐ ആം ഓപ്പൺ മൈൻഡഡ്. ഇനി നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് നല്ല ഐഡിയാസും പിന്നെ നിങ്ങൾക്ക് കഷ്ടപ്പെടാനൊരു മനസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം I am a creative and hard-working person. I am a creative and hard-working person. ഇനി ലാസ്റ്റ് നമ്മുടെ ഹോബീസിനെ കുറിച്ച് പറയണം. അതായത് നമ്മൾക്ക് ഒഴിവ് സമയം കിട്ടുമ്പം നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് പറയാം ഇപ്പം പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഐ എൻജോയ് ലിസ്ണിംഗ് ടു മ്യൂസിക്. ഐ എൻജോയ് ലിസ്ണിംഗ് ടു മ്യൂസിക്. അതായത് പാട്ട് കേൾക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നു, ആസ്വദിക്കുന്നു എന്നാണ് മീനിങ്. ഇനി എനിക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ് എന്ന് പറയണമെങ്കിൽ ഐ ലവ് റീഡിങ് ബുക്സ്. ഐ ലവ് റീഡിങ് ബുക്സ്. അല്ലെങ്കിൽ നമുക്ക് ഐ ലവ് ടു റീഡ് ബുക്സ് എന്നും പറയാം. ഇങ്ങനെ 2 രീതിയിൽ പറഞ്ഞാലും മീനിങ് സെയിം തന്നെയാണ്. ഐ ലവ് റീഡിങ് ബുക്സ്. ഐ ലവ് ടു റീഡ് ബുക്സ്. ഇനി സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയത്തില്ലേ എന്നെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ, നന്ദി. അതെങ്ങനെ പറയും? ദാറ്റ്സ് ഓൾ അബൌട്ട് മീ, താങ്ക് യു. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ, താങ്ക് യു. സോ നമ്മൾ ജോബ് ഇൻ്റർവ്യൂവിന് പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട വരുമ്പം നമ്മൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.